ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓണ വിഭവമായിട്ടാണ് ഏത്തയ്ക്ക ഉപ്പേരി. ബേക്കറിയിൽ നിന്നൊക്കെ ഇത് വാങ്ങുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞളാണ് ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തക്ക മുറിക്കാം. അതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. അപ്പോൾ ഏത്തക്ക മുറിക്കുമ്പോൾ കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഓരോ ഏത്തക്ക എടുത്തിട്ട് ഇതേപോലെ വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് കളയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ ചെത്തി എടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ ഒരു കായ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇതിലെന്തെങ്കിലും ജേംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അതുമാത്രമല്ല, നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു മഞ്ഞ കളറ് കിട്ടാനും ഇത് സഹായിക്കും. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കായ കൂടി നമുക്ക് പൊളിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റെങ്കിലും നമുക്ക് ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ഒരു ഏത്തക്കയുടെ തോല് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് തോരൻ വെക്കാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ ഓരോ കായ എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതായത് നമ്മൾ ഉപ്പേരിക്ക് മുറിക്കുന്ന പോലെ മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈസർ ഉണ്ടെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു കത്തി വെച്ചിട്ടാണ് ഞാനിപ്പോൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് എനിക്കിത് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ലൈസർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ഓയിലിലേക്ക് തന്നെ നിങ്ങൾക്ക് അരിഞ്ഞിട്ടാൽ മതിയാവും. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഉപ്പും വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് വെള്ളത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ടിത് മാറ്റി വയ്ക്കാം. ഉപ്പേരി വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, അതിന് മുമ്പേ തന്നെ നമ്മൾ കായ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ആദ്യം നമ്മൾ ഈ കായ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ കുറച്ച് കഴിയും തോറും ഇങ്ങനെ സോഫ്റ്റ്നെസ് മാറിയിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ട് അതിൻ്റെ സൗണ്ട് തന്നെ മാറാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ട് എന്ന്. അതുപോലെ ഫ്ലെയിം എപ്പോഴും മീഡിയമിൽ തന്നെ സെറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് കുടിക്കും. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ കരിഞ്ഞും പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ സെറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പുവെള്ളം ചേർത്തിട്ട് ഇത് തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മാറി നിൽക്കുക. ഇങ്ങനത്തെ പാനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും തെറിക്കും. ഉരുളിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ പുറത്തോട്ട് തെറിക്കില്ല. ഉപ്പുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരെ വറുത്ത് കോരുവാണ്. അധികം നേരം പിന്നെ നമ്മൾ ഓയിലിൽ വെച്ചേക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കൂടി നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം.